ഹായ്, ഗുഡ് മോർണിംഗ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്ക്, നമ്മൾ നമ്മുടെ പ്രെജുഡീസ് മൈൻഡ് വെച്ചിട്ട് നമ്മുടെ പിള്ളേരുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം അതിനെ ഉണ്ടാക്കുന്നു എന്ന് ഉള്ളൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അച്ഛൻ അമ്മ എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നിട്ട് നമ്മൾ പിള്ളേർ ജനിച്ചു കഴിഞ്ഞ് അത്യാവശ്യം ചിന്തിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കുടുംബക്കാരുടെ അല്ലെങ്കിൽ നമ്മൾക്കിഷ്ടമില്ലാത്ത ആൾക്കാരുടെ കാര്യങ്ങൾ സ്ഥിരമായിട്ട് വീട്ടിലിരുന്ന് പറയുകയാണ്. അവരിങ്ങനെയല്ല, അവർ ശരിയല്ല, അതാണ് ഇതാണ് എന്നൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ടിരുന്ന് പറയുക. അപ്പം അത് ഈ പിള്ളേര് ചെറുപ്പം അവർക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അല്ലെങ്കിൽ അവർ ചിന്തിച്ചു തുടങ്ങുന്ന കാലം മുതൽ ഇത് കേൾക്കുകയാണ്. സ്വാഭാവികമായിട്ട് അവർ കേട്ട് വളരുമ്പോൾ തന്നെ അത് കുറച്ച് കഴിയുമ്പം അവർക്ക് ഇവര് മോശം അതായത് നമ്മൾ ആരെക്കുറിച്ചാണോ മോശം പറയുന്നത്, പിള്ളേർക്ക് പൊതുവെ അവരോട് ഒരു ദേഷ്യം ഉണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും അവരും ഈ മോശം പറഞ്ഞ ആൾക്കാരെ ജഡ്ജ് ചെയ്യുക. എന്തിനാണ് നമ്മൾ ഈ പിള്ളേരിലേക്ക് നമ്മുടെ ജലസിയും നമ്മുടെ കുശുമ്പും നമ്മുടെ ഇതൊക്കെ വെറുതെ ഈ പിള്ളേരുടെ മൈൻഡിലേക്ക് ഇട്ടുകൊടുക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങളുടെ സോണിലിരുന്ന് നിങ്ങളുടെ ബെഡ്റൂമിലിരുന്ന് പിള്ളേരില്ലാത്തപ്പോൾ പറയുക. നിങ്ങളുടെ ഒരു ആഹ്ലാദം അതാണെങ്കിൽ നമുക്കതിലൊന്നും പറയാനില്ല. നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഷെയർ ചെയ്യുക. നമ്മൾ ഈ പിള്ളേരിലേക്ക് ഈ വിഷവും ജലസിയും എല്ലാം കുത്തി നിറയ്ക്കുമ്പോൾ നല്ല ഒരു തലമുറേനെയാണ് നമ്മൾ പ്രെജുഡീസ് മൈൻഡ് ആക്കി നശിപ്പിക്കുന്നത്. അപ്പം അത് ദയവ് ചെയ്ത് നിങ്ങൾ ആരും ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ ഇനിയുള്ള തലമുറയിലും സ്വതന്ത്രമായി ചിന്തിച്ച് അവരെ എക്സ്പീരിയൻസിൽ നിന്നൊരു ഡിസിഷൻ എടുക്കട്ടെ. ആര് നല്ലത് ആര് ചീത്ത എന്നുള്ള അവരെടുക്കട്ടെ, അവരുടെ എക്സ്പീരിയൻസിൽ കൂടെ. അല്ലാതെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട ഒരു പെർട്ടിക്കുലർ മനുഷ്യൻ ചീത്തയാണോ അല്ലെ. നിങ്ങൾ ആരാ ഇത് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്? നിങ്ങൾക്കില്ലേ കുറവുകൾ, നമുക്കില്ലേ കുറവുകൾ? നമ്മുടെ കുറവുകൾ നമ്മുടെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തിട്ട് വേണ്ടി നമ്മൾ മറ്റൊരാളുടെ കണ്ണിലെ കരടെടുക്കാൻ വേണ്ടിയിട്ട്. ദയവ് ചെയ്ത് നമ്മുടെ പിള്ളേരെയും ഈ ഒരു ഇതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അവരെയും ഒരിക്കലും ഒരാളെ ഇങ്ങനെ നിങ്ങൾ കാണുന്ന കണ്ണിൽ കൂടെ തന്നെ അവരെ കാണാൻ നിങ്ങൾ പ്രേരിപ്പിക്കരുത്. ഇത്രയാണ് ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഹാവ് എ നൈസ് ഡേ ടു യു.